എന്തിനാ വിളിച്ച? അവളോട് എന്താ കാര്യം? അയാളോട് എന്താണ് കാര്യം പറ. നീ ഇപ്പൊ എന്തിനാ വന്ന? എന്തിനാണ് വിളിച്ചിട്ട് വിളിച്ചിട്ട് അവളോട് എന്താണ് കാര്യം പറ. അയാൾക്ക് കുടിച്ചിട്ട് കിഡ്നിയുടെ ഇടയിൽ കയറിയിട്ട് അവക്കേ തിന്നിട്ടേ ലിവറിന്റെ ഇടയിൽ കയറിയിട്ട. രണ്ടും ഈ പിള്ളേരെ പോലെ തുടങ്ങല്ലേ. കാര്യം എന്താന്ന് വെച്ചാ പറ. കൂട്ടുകാരനല്ലേ? ആ ആരാണ് ഈ ആശ? ആ ആരാണ് ദീപ? ആരാ? ആരാണ് ഈ ഹൃദയ? എനിക്കറിയില്ല. അവക്ക് പ്രാന്താടാ. രാവിലെ മുതൽ തുടങ്ങിയാണ്. ആരാണ് ആശ, ആരാണ് ദീപ, ആരാണ് ഹൃദയ? കാര്യം പറ. ഈ പ്രദേശത്തെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ പേര് ദീപ്, ആശയും ഹൃദയ ഉണ്ടാ? ഇല്ല. നിന്റെ അറിവിലുണ്ടാ? പിന്നെ ഇവള് ഇത് മാത്രം ഉണ്ടാക്കണെന്താണ്? എന്നാ ഈ പ്രദേശത്തായിരിക്കത്തില്ല, ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓ ഉണ്ടാക്കി ഇങ്ങോട്ട് വെക്കണേന്നില്ല. അതിമേന്ന് തുടങ്ങിയാണ്. ഞാൻ പറയണേലാണ് കുറ്റം, കാണിക്കണതിന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ പ്രശ്നം പറയുന്നു. നിനക്കറിയോ, ഇയാള് ഈ 2-3 പെണ്ണുങ്ങൾക്ക് കത്തെഴുതുകയായിരുന്നു, ഈ ഹൃദയക്കും ആശയ്ക്കും ദീപയ്ക്കും. എന്നെ കണ്ടപ്പോ ഞാൻ കാണാതിരിക്കാനായിട്ട് അത് കീറിപ്പറിച്ച് കാട്ടിലെറിഞ്ഞതാ. സത്യമാണത്. ഇവക്ക് തലക്ക് സുഖമില്ലാത്ത. ആ, എനിക്കാണ് തലയ്ക്ക് സുഖമില്ലാത്ത. കാണിക്കാൻ പറയാൻ പാടില്ല. എന്താണ് തെളിവുണ്ടടിവല്ലോ? ആ, തെളിവുണ്ട്. എന്ത് തെളിവുണ്ട്? കാര്യം എന്താ പറ. എടുക്ക്. എന്ത് തെളിവുണ്ടെങ്കിൽ തെളിവെടുക്ക്. തെളിവില്ലാഞ്ഞിട്ടാണ് കാണിച്ചിട്ട്. എടാ ഓരോരോ ചെറിയ അഭ്യാസങ്ങളാണ്ടാ. ചേട്ടൻ വല്ല വൃത്തിയോടും കാണിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് കാണിക്കാനാണ് ഈ പറഞ്ഞത്? ഇവക്ക് ഓരോ സംശയങ്ങള്, അതുമേക്കെറിയുള്ള ഏണി വെക്കല്. നോക്കടാ, നോക്ക്, ഇയാളെ എഴുതിയതാണ്. ദേ ഹൃദയ, ഹൃദയ, ഇതെന്താ ദീപ, ദീപ, ദേ ഇത് ആശ. ആശ. ഇവളുമാര് 3 പേരും ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. ആരാ? എടാ എനിക്കറിയില്ല. ഇവള് ഓരോരോ സംശയങ്ങളായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അയ്യോ, ഉരുളല്ല. ഈ കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെയാണ്. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. പണ്ടേ എനിക്ക് നിങ്ങളുടെ സ്വഭാവം അറിയാവുന്നതാണ്. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വിടൂല. ആ കാര്യം ഓക്കെ. പക്ഷെ പണ്ടേ ഉണ്ടായിരുന്നു ഈ സ്വഭാവം. ഇത് ആരാണെന്ന് എനിക്കറിയണം. ഇത് ചേച്ചി, ഇത് എനിക്ക് അറിയാൻ പാടില്ലാത്ത കേസാണ്. ഇല്ലെങ്കിൽ തെളിയിക്കുമല്ല ഞാൻ, തെളിയിക്കുമല്ല ഞാൻ. നിനക്ക് എന്റെ ലിവർ വേണം, എന്ത് കാര്യത്തിൽ? എന്റെ കിഡ്നി വേണം. ഈ അടിച്ച് പഴുത്ത് ചീഞ്ഞിരിക്കണ തന്റെ കിഡ്നി കിട്ടിട്ട് എനിക്കത് പുഴുങ്ങി തിന്നാനാ? പിന്നെ ഞാൻ എന്റെ ഹൃദയം ഞാൻ ഏത് ദീപക്കും ആശക്കും കൊടുക്കാനാണ്? ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തെ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യം. അയ്യോ, ഞാൻ തെളിയിച്ചിരിക്കും. ഞാൻ തെളിയിക്ക് കേട്ടോ, തെളിയിക്ക്. എന്നിട്ട് ഞാൻ ഇനി വരുള്ളൂ. ഞാൻ മരിച്ചായിട്ട് കണക്കാക്കിക്കണം. വായിക്കും. എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യവും, നിന്റെ ആവശ്യമില്ല. ഇപ്പൊ ശരിയാക്കി തരാം ചേച്ചി. എന്ത്? ആരാ നിന്റെ ചേച്ചി? ചേച്ചി പെങ്ങളെ പോലെ അല്ല. എന്ത് പെങ്ങളെ പോലെ? ചേട്ടനും ചേച്ചിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. എടാ എന്റെ അനിയൻ ഞാനുമായിട്ട് മിണ്ടാറ്, ഞങ്ങൾ തമ്മിൽ കമ്പനിയാണ്. ഇവളുമായിട്ട് ചേരാറില്ല. എനിക്ക് ഇങ്ങനെ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ഇവക്കൊട്ടും ഇഷ്ടപ്പെടയില്ല. അതാണ് കീറിക്കളഞ്ഞ. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് ഉടനെ കീറിക്കളഞ്ഞത്. ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇവള് സമ്മതിക്കണ്ടേ? ആ കത്ത് കീറിക്കളഞ്ഞ് അവിടെ മുതൽ തുടങ്ങിയ വിട്ടുകളാ. ആദ്യമേ പറഞ്ഞിരുന്നെങ്കിലാ. എന്നെ കണ്ടപ്പോ ഇത് കീറിപ്പറിച്ചെറിഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അങ്ങനെയാണ് സംഭവങ്ങൾ. നിങ്ങൾ അങ്ങാടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് അറിഞ്ഞ് സംസാരിക്കും.